ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എക്സാം ആൻസൈറ്റി എങ്ങനെ ഒഴിവാക്കാം എന്നതിനുമായിട്ടുള്ള മെത്തേഡ്സുകളായിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷനാണ്. പ്രിപ്പറേഷനിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിവിഷൻ, ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യൽ, പിന്നെ നമ്മുടെ ഷോർട്ട് നോട്ട്സ് തയ്യാറാക്കൽ, ഇതൊക്കെ പ്രിപ്പറേഷനിൽ പെടും. അപ്പോൾ ഈ പ്രിപ്പറേഷനാണ് നമ്മുടെ ആദ്യത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫാണ്. നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ആവശ്യത്തിന് ഉറങ്ങുക, നല്ല ഫുഡ് കഴിക്കുക, എന്നിട്ട് നമ്മൾക്ക് എപ്പോഴും ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കുക. അതൊക്കെ ഈ ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് വരും. പിന്നെയുള്ള നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവോയ്ഡ് സബ്സ്റ്റൻസസ് ആണ്. അവോയ്ഡ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് പല സബ്സ്റ്റൻസും ഹാനികരമായിട്ടുണ്ട്. അങ്ങനെയുള്ള സബ്സ്റ്റൻസ് ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. ഐ മീൻ നമ്മുടെ കാനാബിനാസ്, ഷുഗർ, നിക്കോട്ടീൻ, അതൊക്കെ അവോയ്ഡ് ചെയ്യുക. അതൊക്കെ നമ്മൾ അതിനൊക്കെ നമ്മൾ നോ പറയുക. പിന്നെ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് ടോക്സ് ആണ് നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. പോസിറ്റീവ് തോട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോൾ നമ്മുടെ മൈൻഡിൽ നെഗറ്റീവ് തോട്ട്സ് വന്നാലും നമ്മൾ അതിനൊക്കെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് എപ്പോഴും ഇരിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രാക്ടീസ് എക്സസൈസസ്, നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടാനും നമുക്ക് നല്ല പഠിക്കാനുള്ള ഒരു എനർജി കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യുക. ഇത്രയും ഉള്ളൂ. ഈ 5 റൂള് മനസ്സിൽ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാം ആൻസൈറ്റി മറികടക്കാനാവും. സോ എല്ലാവരും നന്നായിട്ട് പോയി പഠിച്ച് പരീക്ഷ എഴുതുക. ഓൾ ദി ബെസ്റ്റ്.